ഇന്ന് ഞാൻ ഒരുപാട് എക്സൈറ്റഡ് ആണ്. എക്സൈറ്റ്മെന്റ് ആണോ ടെൻഷൻ ആണോ എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. നമ്മുടെ അടുത്തുള്ള പടിഞ്ഞാറേ മുരിങ്ങത്ത് ശ്രീ ഭഗവതി ക്ഷേത്രത്തില് ഉത്സവം നടക്കുകയാണ്. ഉത്സവത്തിനോടനുബന്ധിച്ച് ഒരുപാട് കലാപരിപാടികൾ നടന്നു വരുന്നുണ്ട്. ഇന്ന് കൊച്ചു കുട്ടികളുടെയും വലിയവരുടെയും ഒക്കെ ഡാൻസ് പ്രോഗ്രാമാണ് സ്റ്റേജിൽ നടക്കുന്നത്. ഉദ്ഘാടനം ചെയ്യാൻ വരുന്നത് നമുക്ക് ഏറെ പ്രിയപ്പെട്ട കലാഭവൻ മണി സാറിന്റെ അനിയനായ RLV രാമകൃഷ്ണനാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് സന്തോഷമുണ്ട് ആ വേദിയിൽ പാറുക്കുട്ടിക്ക് ഒരു ഡാൻസ് കളിക്കാൻ കഴിഞ്ഞതിൽ. അവളുടെ ഡാൻസ് ഇൻസ്റ്റിറ്റ്യൂഷനിലെ ടീച്ചർ എന്നെ പഠിപ്പിച്ചു കൊടുത്ത ഒരു ഡാൻസ് ആണ് കേട്ടോ അവൾ കളിക്കാൻ പോകുന്നത്. ടീച്ചറുടെ അനുഗ്രഹമൊക്കെ വാങ്ങി ഞങ്ങൾ ഡാൻസ് ക്ലാസ്സിൽ നിന്ന് പോന്നു. ഡാൻസിൻ്റെ അന്ന് വൈകിട്ട് നമ്മൾ നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു ഡാൻസ് ടീച്ചറെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു മേക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ഓഫീസ് കഴിഞ്ഞ് നേരെ ടീച്ചറുടെ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത്. അവിടെ എത്തിയപ്പോൾ തന്നെ ഫേസിലെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് ഏകദേശം സെറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവളെ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് ഹാപ്പിയായി. ഞാൻ ഒരുപാട് കാണാൻ ആഗ്രഹിച്ചൊരു വേഷത്തിലാണ് അവൾ ഉണ്ടായിരുന്നത്. ഒരുങ്ങി നല്ല സുന്ദരി മണിയായിട്ട് ഇരുന്നിരുന്നു. അങ്ങനെ ഞങ്ങൾ വേഗം അമ്പലത്തിലേക്ക് വന്നു. അമ്പലത്തിലെത്തി മൂന്നാമത്തെ പ്രോഗ്രാമാണ് പാറുക്കുട്ടീൻ്റെത്. പരിപാടി തുടങ്ങാൻ സമയമുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് വീഡിയോസും കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്തു കേട്ടോ. 2-3 ഫോട്ടോസ് എടുത്ത് കഴിഞ്ഞപ്പോൾ തന്നെ ആൾക്ക് മുഷിച്ചിൽ വന്നു. ഇനി വേണ്ട, ഇനി ഫോട്ടോ എടുക്കണ്ട എന്നൊക്കെ ഉള്ള ഒരു വാശിയായി. അപ്പം ഞാൻ ഒരുപാട് വാശി പിടിപ്പിക്കാതെ സ്റ്റേജിൽ കയറ്റി ഡാൻസ് പെർഫോമൻസ് കഴിഞ്ഞു കേട്ടോ. ഡാൻസിൻ്റെ ഫുൾ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവരൊന്ന് ചെക്ക് ചെയ്യാം. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ ബാക്കിയുള്ള കുട്ടികളുടെ പരിപാടിയൊക്കെ കാണാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം എന്നല്ല, പരിപാടി കഴിയുന്നവരെ അവിടെ നിന്നു കേട്ടോ. അതിൻ്റെ കുറച്ച് സമയത്തിനുള്ളിലായിരുന്നു ഉദ്ഘാടന ചടങ്ങ് ഉണ്ടായിരുന്നത്. ഉദ്ഘാടന ചടങ്ങിന് RLV സാറ് കൂടെ നിന്നിട്ട് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ പാറുക്കുട്ടിക്ക് കഴിഞ്ഞു. സാർ അനുഗ്രഹമൊക്കെ മോൾക്ക് കിട്ടി. അത് കഴിഞ്ഞ് ഞങ്ങൾ സമ്മാനമൊക്കെ വാങ്ങിയിട്ടാണ് വീട്ടിലേക്ക് പോകുന്നത്.